ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുശീല ഓരോ കരുക്കൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നീക്കുകയാണ്. ഇനി പ്രതിഭയെ ഒഴിവാക്കി സത്യനെ കൊണ്ട് സാറിൻ്റെ മകൾ ഇന്ദുവിനെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സുശീല ഓരോ കരുക്കളും നീക്കുന്നത്. അതിനുവേണ്ടി സുശീല ഓരോരുത്തരെയായി കയ്യിലെടുക്കുകയാണ്. അങ്ങനെ പ്രതിഭയെ വീട്ടിലാക്കിയ ശേഷം സത്യനെ എങ്ങനെയെങ്കിലും വരുതിയിൽ വരുത്തണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സുശീല നടക്കുന്നത്. അതുപോലെ സോനയെയും ഷ്യാമിനെയും കൂടി ഒപ്പം നിർത്തണം എന്നുള്ള ആ ഒരു അടവുമായി പിന്നീട് സോനയുടെ അടുത്തേക്ക് ചെന്ന് നല്ലതുപോലെ സോനയെ സോപ്പിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് സോന ചോദിക്കുകയാണ്, ഇന്ന് സത്യ സാറിൻ്റെ കമ്പനിയിൽ സത്യേട്ടൻ ജോലിക്ക് കയറുന്നതല്ലേ, അമ്മ സത്യത്തിന് വേണ്ടി അമ്പലത്തിൽ പോയി വഴിപാടും പ്രാർത്ഥനയൊക്കെ കഴിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സത്യന് വേണ്ടിയിട്ട് മാത്രമല്ല സത്യ സാറിനും ഗോകുലിനും അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസാദം ഞാൻ ആ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതുമായിട്ട് സത്യ സാറിൻ്റെ വീട്ടിലേക്ക് പോയാലോ സോനെ, നീ കൂടി എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വരുന്നില്ല, സത്യേട്ടൻ്റെ കൂടെ അമ്മ പോയാൽ മതി എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയല്ലേ മോളെ, നീ കൂടി വരണം. നമ്മൾ ആ കുടുംബവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നീ കൂടി എൻ്റെ കൂടെ വന്നാൽ അത് ഇന്ദുവിനൊരു സന്തോഷമാവും. ഇന്ദുവിനെ നിന്നെ കാണുമ്പോൾ അതൊരു വലിയ ആശ്വാസം തന്നെയല്ലേ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ ശ്യാമേട്ടനോട് ചോദിക്കട്ടെ എന്ന് സോന പറയണേ. അപ്പോൾ സുശീല വീണ്ടും അങ്ങ് സോപ്പിട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. സോനയെ അവന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ശ്യാമിനെ നീ പറഞ്ഞു മനസ്സിലാക്കണം. സത്യനേതായാലും സത്യ സാറിൻ്റെ കമ്പനിയിലേക്ക് ജോലിക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഷ്യാമിന് തന്നെ ആ ട്രാവൽസ് നോക്കി നടത്താലോ. പക്ഷേ അത് ഒന്നുകൂടി ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ പൈസയുടെ അത്യാവശ്യം എന്തായാലും വേണം. അതുകൊണ്ട് നിനക്ക് അതിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ഞാൻ തന്നെ സംഘടിപ്പിച്ച് തരാം. സത്യ സാറിനോട് ഞാൻ തന്നെ ചോദിച്ചോളാം. എന്നിട്ട് ആ കാശ് വെച്ച് ഷ്യാമിന് ആ ട്രാവൽസ് ഒന്നുകൂടി ഉയർത്തി കൊണ്ടുവരികയും ചെയ്യും. അത് നിനക്കും ഷ്യാമിനും നിന്റെ മോൾക്കും നല്ലതല്ലേ. സോന പറയണേ, അതിനൊന്നും ഷ്യാമേട്ടൻ സമ്മതിക്കില്ല അമ്മേ എന്ന് പറയുമ്പോൾ, ട്രാവൽസ് നേരാക്കി എടുക്കാനേ അവനവൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ നീ അവനെ കൊണ്ട് സമ്മതിപ്പിക്കുക. നീ അവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പോൾ സത്യനെ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നത് കണ്ടില്ലേ, അതുപോലെ ഇനി സത്യൻ്റെയും ഇന്ദ്രൻ്റെയും ജീവിതം പച്ച പിടിക്കും. നീ കണ്ടോ സോനെ, അതുപോലെ നിനക്കും വേണ്ടേ നല്ലൊരു ജീവിതം. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ നിന്റെ ജീവിതവും നല്ലതുപോലെ ആവുമെന്ന് പറയുമ്പോൾ സോന പറയണേ, എങ്കിൽ ഞാൻ അമ്മ പറയുന്നത് പോലെ അനുസരിച്ചോളാം. ഞാൻ ശ്യാമേട്ടനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്നിട്ട് സോന ശ്യാമിനുള്ള ചായയുമായിട്ട് ചെല്ലണേ. എന്നിട്ട് സോന ശ്യാമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ശ്യാമ പറയണേ, അങ്ങനെയാണെങ്കിൽ നീ അമ്മയോടൊപ്പം സത്യസാറിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയട്ടോ. അപ്പോൾ സോന പറയണ, അമ്മ പറഞ്ഞതുപോലെ നമുക്കും വേണ്ടേ ഒരു കുടുംബജീവിതം. എന്നും ഇപ്പോൾ ഏട്ടൻ്റെയും അമ്മയുടെയും തണലിൽ ജീവിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് കൂടി ഒരു മോള് വളർന്നു വരുന്നതല്ലേ, അവളുടെ ഭാവി കൂടി നമുക്ക് നോക്കേണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ ആരെയും ദ്രോഹിക്കണമെന്നോ ആരുടെയും നാശം കണ്ട് നമുക്ക് നന്നാവണമെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരെയും ഉപദ്രവിക്കാതെ തന്നെ നമുക്കും നല്ലതുപോലെ ജീവിക്കേണ്ടേ, അതിനുള്ള വഴിയാണ് ഇനി ശ്യാമേട്ടൻ നോക്കേണ്ടത്. പണ്ടത്തെ ശ്യാമേട്ടനാണെങ്കിൽ ആരെയും നോക്കാതെ സ്വന്തം കാര്യം നോക്കുന്ന ശ്യാമേട്ടനാണ്. പക്ഷേ ഇപ്പോൾ ശ്യാമേട്ടൻ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ പണ്ടത്തെ ശ്യാം ആവട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അത് വേണ്ട, ഈ സോനയ്ക്ക് ഇനി അത് താങ്ങാനുള്ള ശേഷിയില്ല എന്ന് പറയാണ്. അങ്ങനെ ശ്യാം സോനയോട് നീ ഇപ്പോൾ തൽക്കാലം അമ്മയുടെ ഒപ്പം സത്യസാറിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്നുള്ള ആ ഒരു സമ്മതം കൊടുക്കുകയാണ്. എന്നിട്ട് സുശീല സോനയുമായിട്ട് സത്യസാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ സത്യസാറും സാവിത്രിയും ഇന്ദുവും കൂടി അവരെ നല്ല സ്നേഹത്തോടു കൂടി അകത്തേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് അവർക്കുള്ള ചായയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സുശീലയോടും സോനയോടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് ഇന്ദുവും സച്ചിയും സാവിത്രിയും കൂടി. അപ്പോൾ ഇന്ദു ചോദിക്കുകയാണ്, എന്താണ് പ്രതിഭയുടെ വിവരം, പ്രതിഭയെ കൂടി നിങ്ങൾക്ക് ഇവിടേക്ക് കൊണ്ടുവരാമായിരുന്നില്ലേ എന്നങ്ങ് ചോദിച്ചതോടുകൂടി സുശീല പറയാണ്, അതിന് പ്രതിഭ വീട്ടിലില്ല, പ്രതിഭ എപ്പോഴും അവളുടെ വീട്ടിലാണ്, അവൾക്ക് എപ്പോഴും അവളുടെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. സത്യൻ്റെ കാര്യങ്ങൾ കൂടി അവൾ നല്ലതുപോലെ ശ്രദ്ധിക്കില്ല എന്നും പറഞ്ഞ് പ്രതിഭയെക്കുറിച്ച് ഇല്ലാത്ത കുറേ കുറ്റങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ സോന തന്നെ അതിശയിച്ചു പോവാണ്. എന്തിനാണ് അമ്മ ഇവിടെ വന്ന് പ്രതിഭയുടെ ഇല്ലാത്ത കുറ്റങ്ങൾ വന്ന് പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ സോനയ്ക്കാണെങ്കിലോ ഇത് തിരുത്തി പറയാനും കഴിയുന്നില്ല. അമ്മ പറയുന്നതിൻ്റെ മുന്നിൽ ഞാൻ അങ്ങ് പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്കല്ലേ അതിൻ്റെ നാണക്കേട് എന്നുള്ള ഭാവത്തിലാണ് സോന ഇതൊക്കെ കേട്ടുകൊണ്ട് അമ്മയെ തന്നെ അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്നത്. അപ്പോൾ സച്ചി സാറ് ചോദിക്കുകയാണ്, പ്രതിഭ അങ്ങനത്തെ ഒരു കുട്ടി അല്ലല്ലോ, അവളെ അങ്ങനെയല്ലല്ലോ ഞാനൊക്കെ കേട്ടിട്ടുള്ളത്, അവൾ നിങ്ങളുടെ ട്രാവൽസിൽ ജോലി ചെയ്തിരുന്ന കുട്ടിയല്ലേ എന്നൊക്കെ സച്ചി സാറ് പറയുമ്പോൾ വീണ്ടും സുശീല പറയണ, അതൊക്കെ ശരി തന്നെയാണ്, ആ സമയത്ത് അവൾ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി തന്നെയാണെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത്. പക്ഷേ അവളുടെ തനി സ്വഭാവം വീട്ടിലേക്ക് വന്നു കയറിയതിൻ്റെ ശേഷമല്ലേ ഞങ്ങളൊക്കെ അറിയുന്നത് എന്ന് പറഞ്ഞ് പ്രതിഭയെക്കുറിച്ച് വല്ലാതെ അങ്ങ് കുറ്റം പറയുകയാണ് കേട്ടോ. അപ്പോൾ പ്രതിഭ പോയിട്ട് ഒരുപാട് ദിവസമായോ എന്നൊക്കെ ഇന്ദു ചോദിക്കുമ്പോൾ സോന അങ്ങ് കയറി മറുപടി പറയാണ്, കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഇനി എത്രയും പെട്ടെന്ന് സത്യേട്ടൻ അവളുമായിട്ട് വീട്ടിലേക്ക് വരും, സത്യേട്ടൻ അവളെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ദു പറയണ, അത് തന്നെയാണ് നല്ലത്, എത്രയും
എത്രയും പെട്ടെന്ന് പ്രതിഭയെ കൂട്ടിക്കൊണ്ടുവരാൻ സത്യനോട് പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം സത്യേട്ടനോട് പറഞ്ഞാൽ മതി എന്ന് ഇന്ദു പറയട്ടോ. അപ്പോൾ സുശീല സോനയെ ഒന്ന് നോക്കുകയാണ്, ഇപ്പോഴെന്തിനാ നീ ഇവിടെ ഈ കാര്യം സംസാരിച്ചത് എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് കേട്ടോ. അങ്ങനെ സച്ചി സാറിന് ഒരു കോള് വരുന്നത് കൊണ്ട് സച്ചി സാർ അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്ദു അവർക്ക് ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് സാവിത്രി കൂടി ചെല്ലുകയാണ്. അപ്പോൾ സുശീല സോനയോട് പറയണേ, നീ എന്തിനാണ് ഇപ്പോൾ സത്യം പ്രതിഭയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണെന്നൊക്കെ പറയാൻ നിന്നത്, നിനക്കത് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ, അമ്മ ഇങ്ങനെ പ്രതിഭയെക്കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ പറയുമ്പോൾ എനിക്കത് കേട്ടോണ്ടിരിക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ. എന്തിനാണ് അമ്മ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രതിഭയെക്കുറിച്ച് പറയുന്നത്? പ്രതിഭ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ലല്ലോ, പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സുശീല പറയണേ, നീ കൂടുതൽ സംസാരിക്കേണ്ട. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവും, അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യവും ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ ഗുണമുണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞ് സോനയുടെ വായടപ്പിക്കുകയാണ് സുശീല. എന്നിട്ട് സുശീല പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് സോനയോട് പറയണം, നീ കുറച്ചു നേരം ഇന്ദുവിൻ്റെ കൂടെ ഇരുന്നു, ഇവരെല്ലാവരും ഇപ്പോൾ നല്ല ടെൻഷനിലാണ്, അപ്പോൾ നീ ഇവിടെ ഉള്ളത് അവർക്കൊരു ആശ്വാസമാവും എന്ന് പറഞ്ഞിട്ടാണ് സുശീല കുറച്ചു നേരത്തേക്ക് അവിടെ നിന്ന് പോകുന്നത്. ഇനി സുശീലയുടെ അടുത്ത ലക്ഷ്യം എത്രയും പെട്ടെന്ന് ഇന്ദ്രന് ആ കട അനുപമ എഴുതി കൊടുത്ത ശേഷം അവളുമായി ഇനി ഒരിക്കലും ഇന്ദ്രൻ അടുക്കരുത് എന്നുള്ള ലക്ഷ്യത്തിലാണ് സുശീല ഇനി അടുത്ത കരുക്കൾ നീക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ദ്രൻ സുശീലയോട് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അനുപമ ആ കട എനിക്ക് എഴുതി തരുന്നത് തന്നെ അനുപമ എന്നിൽ നിന്നും അകലാനാണ്, എന്നേക്കുമായി എന്നിൽ നിന്നുള്ള ഒരു ബന്ധവും വേണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷേ എനിക്ക് എൻ്റെ മോനെ ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ എൻ്റെ മോനെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല, എൻ്റെ മോനെ കാണാൻ വേണ്ടി ഞാൻ പോവും എന്ന് തന്നെയാണ് ഇന്ദ്രൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സുശീലയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അനുപമ ഒന്ന് പഞ്ചരത്നത്തിലേക്ക് ഇവിടെയുള്ള വീട് വിറ്റ് പെറുക്കി പോയാൽ മതിയായിരുന്നു, എങ്കിൽ പിന്നെ ആ ഒരു ശല്യത്തെ പിന്നെ കാണേണ്ടി വരില്ലല്ലോ. ആ പഞ്ചരത്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ദ്രൻ പിന്നെ കുഞ്ഞിനെ കാണാനാണെന്നും പറഞ്ഞ് അവിടേക്ക് അത്ര പെട്ടെന്നൊന്നും പോവില്ലല്ലോ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് സുശീല ഇതൊക്കെ മനസ്സിൽ ഉദ്ദേശം കൊണ്ട് പറയുന്നത്. സത്യനെ ഇന്ദുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, അപ്പോൾ സത്യ സാറിൻ്റെ എല്ലാ സ്വത്തുക്കളും സത്യന് വന്നു ചേരും, അതോടുകൂടി ലക്ഷപ്രഭുവാവും എൻ്റെ സത്യനും പിന്നെ ഞാനും എന്നുള്ള ആ ഒരു ചിന്തയാണ്. അത് കഴിഞ്ഞ് ഇന്ദ്രനെയും നല്ലൊരു പണക്കാരി പെൺകുട്ടിയെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് സുശീല ഓരോന്നും ചെയ്തു വെക്കുന്നത്. പക്ഷേ സുശീലയുടെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല. സത്യൻ്റെ മുന്നിൽ സുശീലയ്ക്ക് തോറ്റു പോവേണ്ടി വരും. സത്യൻ ഒരിക്കലും പ്രതിഭയെ ഉപേക്ഷിക്കുകയോ കുഞ്ഞിനെ കളയാൻ വേണ്ടി സമ്മതിക്കുകയോ ചെയ്യില്ല. അതോടുകൂടി സുശീലയുടെ ഒരു പദ്ധതിയും നടക്കാതെ പോവും. അതുപോലെ ഗോകുലും അമ്പിളിയും കൂടി സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് ആ കാറ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ കാറിനകത്ത് 1 കിലോ സ്വർണം ഒളിപ്പിച്ചു വെച്ചത് ഇതുവരെയും പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കാറുമായിട്ട് അമ്പിളിയും രഘുവും കൂടി സ്റ്റേഷനിൽ നിന്നും എഴുതി ഒപ്പിട്ട ശേഷം പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇനി രഘുവിന് അതിലുള്ള ഒരു കിലോ സ്വർണം ലഭിക്കുന്നത്. അതും കാറൊക്കെ ക്ലീൻ ആക്കി വെക്കുന്ന ആ സമയത്താണ് രഘു ഈ സ്വർണം കാണുന്നത്.